കർണാടകയിലെ അങ്കോലയിൽ മലയിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള പരിശോധന 8ാം ദിനത്തിൽ 7 ദിവസത്തെ തിരച്ചിലിൽ കരയിൽ ലോറി കണ്ടെത്താൻ സാധിച്ചില്ല. ലോറി പുഴയിലേക്ക് ഒഴുകിപ്പോയെന്ന നിഗമനത്തിൽ ഇന്ന് പുഴയിലാകും തിരച്ചിൽ. അപകടസ്ഥലത്ത് ഗംഗാവലി പുഴയിലൂടെ തടിയടക്കം ഒഴുകുന്നതിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണിന് ലഭിച്ചു. ഇത് അർജുന്റെ ലോറിയിലെ തടിയെന്നാണ് സംശയം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഷഫീഖ് നസ്രുള്ള ചേരുന്നുണ്ട് അങ്കോലയിൽ നിന്ന്. ഷഫീഖ്, ഇന്ന് പുഴ കേന്ദ്രീകരിച്ചായിരിക്കുമോ പരിശോധന എപ്പോൾ ആരംഭിക്കും? ഇന്ന് രാവിലെ 7:30 മണിയോടുകൂടി പുഴയിൽ പരിശോധന ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പുഴയിൽ നാവികസേനയുടെ നേതൃത്വത്തിലായിരിക്കും പരിശോധന നടക്കുക. സാധാരണ ഫൈബർ ബോട്ടുകളിൽ നാവികസേനാംഗങ്ങൾ പുഴയിലാകെയും പരിശോധന നടത്തുന്ന സാധാരണ പരിശോധനയല്ല, മറിച്ച് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധനയാവും ഇന്നും ഉണ്ടാവുക എന്നാണ് ഈ ഏകോപന ചുമതലയുള്ള സ്ഥലം MLA സൂചിപ്പിച്ചിരുന്നത്. ഇതിന് പ്രത്യേകമായി മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കും എന്നും അറിയിച്ചിരുന്നു. ഗോവയിൽ നിന്നും മംഗളൂരുവിൽ നിന്നുമാണ് അത്തരം മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കേണ്ടത്. അത് ഏത് സമയത്തെത്തും എന്ന് സംബന്ധിച്ച് ധാരണയില്ല. ആ യന്ത്രം കൂടി എത്തിയതിനു ശേഷം മാത്രമാവും ഈ തെരച്ചിൽ ശക്തമാവുക. അതിനു മുൻപ് 7:30 മണിയോടുകൂടി തന്നെ നാവികസേന പുഴയിൽ ഉള്ള പരിശോധന തുടങ്ങും എന്ന് അറിയിച്ചിട്ടുണ്ട്. SDRFന്റെയും NDRFന്റെയും സംഘവും നാവികസേനയോടൊപ്പം ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാവും. പുഴയിൽ ധാരാളം സ്ഥലങ്ങളിൽ മണ്ണ് കൂടിയിട്ടുണ്ട്, മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരം മൺകൂനകൾ പരിശോധിച്ചാൽ മാത്രമേ ഈ ലോറി എവിടെയാണ് എന്ന് സംബന്ധിച്ച ഒരു കൃത്യത ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ദേശീയപാതയോ പുഴയുടെയും ഇടയിലുള്ള പ്രദേശത്ത് മണ്ണ് അടിഞ്ഞുകൂടിയ ഒരു ഭാഗമുണ്ട്. ഈ മണ്ണടിഞ്ഞുകൂടിയ ഭാഗത്ത് ലോറി ഉണ്ടാവാം എന്നൊരു സംശയം ലോറി ഉടമയും ബന്ധുക്കളുമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധനയാവും നടത്തുക. അതോടൊപ്പം തന്നെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ആ ഭാഗങ്ങളിൽ സിഗ്നൽ ലഭിക്കുന്നുണ്ടോ എന്ന പരിശോധനയും നടത്തും. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഈ പുഴയുടെ ഭാഗത്ത് നിന്ന് 2 സിഗ്നൽ ലഭിച്ചിരുന്നു. ആ സിഗ്നൽ ലഭിച്ച ഭാഗവും അടയാളപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും ഇന്ന് നടത്തും. അതോടൊപ്പം തന്നെ ഈ പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന വാഹനങ്ങൾ ഒഴുകിപ്പോയിരുന്നു. ഒഴുകിപ്പോവാൻ മാത്രം ശക്തിയുള്ള മണ്ണ് ഒലിപ്പാണ് ഉണ്ടായത് എന്ന് ദൃക്സാക്ഷികളും പറയുന്നു. ഈ കരയുടെ ഒരു ഭാഗത്ത് വലിയ കുന്ന് ഇടിഞ്ഞ് ശക്തമായി കല്ലും മണ്ണും ഒഴുകി വന്നപ്പോൾ ഇതിന്റെ മറുകരയിലുണ്ടായിരുന്ന വീടുകൾ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒലിച്ചു പോകുന്ന സമയത്ത് അവിടെ നിന്ന് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ആളുകൾ പോയിരുന്നു എന്നും ദൃക്സാക്ഷികൾ പറയുന്നു. അങ്ങനെ ഓടിപ്പോകുന്ന ആളുകൾക്ക് വാഹനങ്ങൾ ഇങ്ങനെ പുഴയിലൂടെ ഒഴുകിപ്പോകുന്നതിന്റെ കണ്ടിരുന്നു. അവർ പരസ്പരം വാഹനങ്ങൾ വരുന്നുണ്ട് എന്നൊച്ചത്തിൽ പറയുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ആ സമയത്ത് തന്നെ ഇങ്ങനെ വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളെ പോലും വേഗത്തിൽ അവിടെ നിന്ന് ഒഴുക്കിക്കളയാൻ മാത്രം ശക്തിയുണ്ടായിരുന്നു ഈ മലയിടിഞ്ഞപ്പോൾ. അത്തരത്തിൽ ഒഴുകിപ്പോയിരുന്ന ഒരു ടാങ്കർ ലോറിയെ പിന്നീട് കണ്ടെത്തിയിരുന്നു. ആ ടാങ്കർ ലോറി ഒഴുകിപ്പോകുന്നത് പോലെ തന്നെ ഈ ലോറിയും ഒഴുകിയിരിക്കാം എന്നായിരുന്നു നിഗമനം. ഇപ്പോൾ ലോറി തടി കയറ്റി വന്ന ലോറിയാണ്. ഈ തടി കയറ്റി വന്ന ലോറി ഇങ്ങനെ ഒഴുകിപ്പോകുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന തടി ഒഴുകിപ്പോകുമായിരുന്നല്ലോ എന്നൊരു സംശയം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. എവിടെയും തടി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ കരഭാഗത്ത് പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്തപ്പോഴും അവിടെ നിന്നും തടികൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇത് അപകടം നടന്ന സമയത്ത് തടി കയറ്റി വന്ന ലോറി ആയതുകൊണ്ട് തന്നെ അതിന്റെ കെട്ടഴിഞ്ഞ് ഏതെങ്കിലും ഒരു തടി കഷ്ണം അവിടെ മണ്ണിനടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അത്തരം തടികളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ വേഗതയിൽ ഈ ലോറി പുഴയിലേക്ക് മറിഞ്ഞിരിക്കാം. ഇങ്ങനെ മറിഞ്ഞു വന്ന ലോറിയിൽ നിന്നുള്ള തടിക്കഷ്ണങ്ങൾ ഒഴുകിപ്പോകുന്നതിന്റെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ തടിക്കഷ്ണങ്ങൾ അർജുനന്റെ ലോറിയുടേതാവാം എന്നൊരു സംശയവുമുണ്ട്. അങ്ങനെയാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ ആദ്യം തന്നെ പോലീസും മറ്റും നടത്തിയിരുന്നെങ്കിൽ പോലും ഈ ദൃശ്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തമായിരുന്നു. ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി കാണാം ഈ തടിക്കഷ്ണങ്ങൾ ഇങ്ങനെ ഒഴുകി
ഒഴുകിപ്പോകുന്നുണ്ട്. ഈ തടിക്കഷ്ണങ്ങൾ ഒഴുകിപ്പോകുന്നത് അർജുന്റെ ലോറിയിലെ തടിക്കഷ്ണങ്ങൾ തന്നെയാവാം എന്നൊരു നിഗമനത്തിലാണ് ഒരു സംശയം സൂചിപ്പിച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ ഏറെ നിർണായകമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇത്. ഷെഫീഖ്, ഇന്നിപ്പോൾ നമുക്കറിയേണ്ടത് എപ്പോഴായിരിക്കും ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുക? ഇന്ന് ഏതൊക്കെ സംഘങ്ങളാണ് ഈ തെരച്ചിലിന് നേതൃത്വം നൽകുക? നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാവികസേനയുടെ നേതൃത്വത്തിലാണ് പുഴയിൽ പരിശോധന പുരോഗമിക്കുന്നത്. ഇതിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ നാവികസേനയുടെ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്ത് ഈ പുഴയിൽ പരിശോധന നടത്തുന്നുണ്ട്. പുഴയിൽ പരിശോധന നടത്തുന്നത് ഇന്നും നാവികസേന തന്നെ തുടരും. ഇന്നലെ കരയിൽ പരിശോധന നടത്തിയ കരസേന ഇവിടെ നിന്ന് മറ്റ് ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് കൊണ്ട് അവർ മടങ്ങിപ്പോയിട്ടുണ്ട്. ഈ കരസേനയുടെ പ്രവർത്തനം കാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും പൂർത്തിയാവാതിരുന്ന മണ്ണ് നീക്കൽ ഇന്നലെ കരസേനയുടെ പ്രവർത്തനം മൂലം പൂർണ്ണമായും കരഭാഗത്ത് നിന്നുള്ള മണ്ണ് മാറ്റിയിട്ടുണ്ട്. ഇനി പുഴയിലാണ് പരിശോധന ശക്തമാക്കേണ്ടത്. പുഴയിൽ പരിശോധന ശക്തമാക്കുമ്പോൾ തന്നെ നിരവധി വെല്ലുവിളികളുണ്ട്. ഒന്ന്, കരയിൽ നിന്ന് മണ്ണ് മാറ്റുന്നത് പോലെ പരിശോധിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ മണ്ണ് മാറ്റാനോ പരിശോധിക്കാനോ കഴിയുന്ന ഒരു സാഹചര്യം പുഴയിലില്ല. ഇന്ന് രാത്രിയും രാവിലെയും ഒക്കെ കനത്ത മഴയായിരുന്നു, ശക്തമായ കാറ്റും. അങ്ങനെ കാലാവസ്ഥ അനുകൂലമല്ല. പുഴയിലാവുമ്പോൾ വലിയ ഒഴുക്ക് ഉണ്ട്, ശക്തമായ ഒഴുക്കാണ് ഈ ഭാഗങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നത്. ഈ ഒഴുക്കും ഈ തെരച്ചിൽ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നു. അതോടൊപ്പം പല ഭാഗങ്ങളിലായി മണൽത്തിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ മണൽത്തിട്ടകൾ മാറ്റുക എന്ന് പറയുന്നതും വലിയ സാഹസമാണ്. കാരണം പുഴയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുക, പുഴയിലെ മണ്ണ് ഒഴുക്കിക്കളയുക, ഇപ്പോൾ മണൽത്തിട്ടകൾ രൂപപ്പെട്ട ഭാഗത്തു നിന്ന് ഒഴുകിക്കളയുക എന്ന് പറയുന്നത് അനുമതികൾ ആവശ്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും അതിന് തൊട്ടടുത്താണ് റെയിൽവേയുടെ ഒരു പാലം ഉള്ളത്. ഈ റെയിൽവേ ബ്രിഡ്ജിന് തൊട്ട് അടുത്താണ് ഈ മണൽക്കൂനകളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റെയിൽവേയുടെ അടക്കമുള്ള അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമേ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ. അത് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പുഴയുടെയും ഈ ദേശീയപാതയുടെയും ഇടയിലുള്ള കരഭാഗം അത് പൂർണ്ണമായും മണ്ണ് നിറഞ്ഞ് പുഴയാണോ ദേശീയപാതയാണോ എന്നറിയാത്ത രൂപത്തിൽ അവിടെ ഉണ്ട്. ആ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കണം. ആ പരിശോധന സാധാരണ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റാൻ കഴിയില്ല. കാരണം പുഴ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോവാൻ കഴിയില്ല, അവിടെ ചെളി കെട്ടി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ മുകൾ ഭാഗത്ത് നിന്ന് JCBക്ക് ഈ മണ്ണ് കോരിയെടുക്കാൻ കഴിയില്ല, ഇറ്റാച്ചികൾക്ക് മണ്ണ് കോരിയെടുക്കാൻ കഴിയില്ല. അതിന് വളരെ നീളമുള്ള ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. അത് മംഗളൂരുവിൽ നിന്നോ ഗോവയിൽ നിന്നോ എത്തിക്കും എന്നാണ് സ്ഥലം MLA ഇന്നലെ സൂചിപ്പിച്ചിരുന്നത്. അത് എത്ര മണിക്ക് എത്തും എന്നതിനെ ആശ്രയിച്ചാവും അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം ആരംഭിക്കുക. അത് ഇന്ന് രാവിലെ മാത്രമേ എത്താൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് എത്തുന്ന മുറക്കാവും ആ ഭാഗത്തു നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിക്കുക. മറ്റു സാധാരണ പോലെയുള്ള പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നാവികസേനയുടെ പരിശോധന 7:30 മണിയോടുകൂടി തന്നെ ആരംഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും. വിവരങ്ങളാണ് ഷെഫീഖ് നസ്രുള്ള നൽകിയത്.